ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 11 ഓഫ് മൈ വർക്കൗട്ട് സീരീസ്. ഓക്കെ, ഇന്ന് മോർണിംഗ് സെക്ഷൻ അതിൽ 2K ഓടിയുള്ളൂ. കാരണം നമ്മൾ സാധാരണ മൺഡേസിൽ 5 to 8K ആണ് റൺ ചെയ്യൽ ഒരു ഈസി പേസിൽ. ഇന്ന് 2K അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓടി, അതായത് നല്ല പേസിൽ ഓടി, അതായത് 80%ഓളം. ഓക്കെ, നല്ല രീതിക്ക് തന്നെ ഇന്ന് 2K ഓടി, അതായത് 80-90% എഫേർട്ടിലാണ് ഓടിയത്. പിന്നെ അതിനുശേഷം അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3 സ്ട്രൈഡ്സും കൂടി ചെയ്തായിരുന്നു. 100 മീറ്ററിൻ്റെ 3 സ്ട്രൈഡ്സ് ചെയ്തു. സ്ട്രൈഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 100 മീറ്റർ ഒരു 90-95 എഫേർട്ടിൽ നമ്മുടെ എഫേർട്ടിൽ മാക്സിമം ഇതിൽ ഓടുക എന്നുള്ളതാണ് സ്ട്രൈഡ്സും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് ചെയ്തത് മോർണിംഗ് സെക്ഷനകത്ത്. കാരണം ഇന്ന് മോർണിംഗ് സെക്ഷനകത്ത് കുറച്ച് ദൂരം ഓടാനുള്ള റീസൺ, എനിക്ക് രാവിലെ നേരത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ഓടിയത്. ഓടാൻ പോകാണ്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കുറച്ചെങ്കിൽ കുറച്ച് റൺ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ഈവനിങ് സെക്ഷനായി. ഇന്ന് ഈവനിങ് സെക്ഷനകത്ത് നമ്മൾ ചെയ്യാൻ പോണത് ലെഗ് ഡേ ആണ്. എല്ലാ മൺഡേസും നമ്മൾ ചെയ്യാൻ പോകുന്ന ലെഗ് ഡേ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വേഗം തന്നെ വാമപ്പ് ചെയ്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ വാമപ്പും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് എക്സസൈസിലോട്ട് കടക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് ആറിലാണ്. എന്തുകൊണ്ട് ആറിലെന്ന് വെച്ചാൽ നമ്മൾ ഹാംസ്ട്രിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഹാംസ്ട്രിങ്, ഗ്ലൂട്ട്സ്, പിന്നെ ലാസ്റ്റ് നമ്മൾ എക്സസൈസ് നിങ്ങൾക്ക് കാണാം. ഒരു എക്സസൈസ് ഞാൻ ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, ആദ്യം നമ്മൾ ഹാംസ്ട്രിങ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേഗം തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ആണ്, എൻ്റെ ഫേവറേറ്റ് എക്സസൈസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് ബൾഗേറിയൻ സ്ക്വാട്ട് ആണ്. പലർക്കും അറിയാം. ഓക്കെ, നമുക്ക് വേഗം തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, പിന്നെ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് എക്സസൈസ് സ്ക്വാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്ക്വാട്ട് എങ്ങനെ ചെയ്യാമെന്ന്. ഓക്കെ, ഞാൻ ഈ കാല് നല്ല രീതിക്ക് വൈഡാക്കി വെച്ചിട്ട് ചെയ്യുന്നത്. ഈ വൈഡാക്കി വെക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഗ്ലൂട്ട്സിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ സ്ക്വാട്ട്. അതുകൊണ്ടാണ് കാല് വൈഡാക്കി വെക്കുന്നത്. നമുക്ക് വേഗം തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ബാഗിൽ ഏകദേശം 15 കിലോയും കയ്യിൽ 10 കിലോയാണ് ഉള്ളൂ കേട്ടോ. ടോട്ടൽ 25 കിലോ. Just one more.
അപ്പോൾ ഗൈസ് സ്കോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് എക്സസൈസ് കാഫ് റൈസ് ആണ്. ഇത് കാഫ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്, എല്ലാവർക്കും അറിയാം. ഒരു അടിപൊളി എക്സസൈസ് ആണ്. നമുക്ക് വേഗം തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ സംഭവം ചെയ്യുമ്പോഴുള്ള ഒരു നമുക്ക് അഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചെയ്യുമ്പോൾ നമ്മുടെ കാല് കറക്റ്റ് പോലെ ഉണ്ടാവും കാഫ്സ് അല്ലെ, ആ ഒരു ഫീൽ ഭയങ്കര അടിപൊളിയാണ്. ഇത് ലാസ്റ്റ് എക്സസൈസ് ആണ്. ഈ ഒരു സംഭവം ഏകദേശം ഒരു 25 കിലോ മടി വെച്ചിട്ടുണ്ട്. 20 സെക്കൻഡ് ഹോൾഡ് ചെയ്യും. വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ സ്ട്രെച്ചിങ് റൂട്ടീനിലോട്ട് കിടക്കാൻ പോകണം. എപ്പോഴത്തേക്കും പോലെ തന്നെ എല്ലാ വർക്കൗട്ടിന് ശേഷം നമ്മൾ സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, സ്ട്രെച്ചിങ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതുവരെ സ്ട്രെച്ച് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എൻ്റെ സ്ട്രെച്ചിങ് റൂട്ടീൻ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും സ്ട്രെച്ചിങ് റൂട്ടീൻ ഫോളോ അപ്പ് ചെയ്യാം. ലെഗിന് വർക്കൗട്ട് ചെയ്തിട്ട് എല്ലാ വർക്കൗട്ടിന് ശേഷം ഞാൻ സ്ട്രെച്ചിങ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വേഗം തന്നെ സ്ട്രെച്ചിങ്ങിലോട്ട് കിടക്കാം. എപ്പോഴും സ്ട്രെച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളില്ലേ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നുണ്ടോ, 10 മിനിറ്റിന് ശേഷമാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുക. വർക്കൗട്ട് കഴിഞ്ഞതും സ്ട്രെച്ച് ചെയ്യരുത്. ഒരു കൂൾ ഡൗൺ ആവണം, നമ്മളെ ബോഡി ഒന്ന് നോർമൽ ആവണം. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഇലക്ട്രോലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ചതിന് ശേഷം മാത്രം സ്ട്രെച്ചിങ് ചെയ്താൽ മതി. അല്ലാണ്ട് ഡയറക്റ്റ് നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞത് അങ്ങനെ എക്സസൈസ് ഷിഫ്റ്റ് ചെയ്യണ പോലെ പെട്ടെന്ന് സ്ട്രെച്ചിങ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വർക്കൗട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാക്കിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ there is no shortcuts, no excuses, stay disciplined and don't lose focus. See you tomorrow. Bye.